സർവീസ് സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വി.ഡി. സതീശൻ അവർ പ്രഖ്യാപിച്ച ബഡ്ജറ്റിൽ DAയും DRനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു തീയതിയുടെ സൂചന പറയാതിരുന്നത് വലിയ വിമർശനത്തിനും ആശങ്കയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പൊതുവായ ഒരു വീഡിയോകളായതുകൊണ്ട് അതിനകത്ത് അദ്ദേഹം പറഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി വിശദമായി, കാരണം ഇന്നലെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൈവശം അതിൻ്റെ നോട്ടില്ല, അസംബ്ലിയിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞത് DA കൃത്യമായി കൊടുക്കും, DR കൃത്യമായി കൊടുക്കും, മെഡിസപ്പ് നിർത്തലാക്കുന്നതിനെക്കുറിച്ച് അതിനെ പുനരാലോചിക്കും, അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ മിനിമം പങ്കാളിത്ത പെൻഷനിലേക്ക് പോകുന്നതിന് കാര്യങ്ങൾ ആലോചിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇന്നലെ പറഞ്ഞു ഈ വായിച്ചു പോകുന്ന കൂട്ടത്തിൽ ബഡ്ജറ്റ് അപ്പോൾ അതിനപ്പുറം നമുക്ക് ഡീറ്റെയിൽസും നമ്മുടെ കൈവശമില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതുപോലെ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ രാവിലെ 10 മണിക്ക് കിട്ടി, പക്ഷേ അത് വിശദമായി നോക്കാനൊരു സമയം നമുക്ക് കിട്ടിയില്ലായിരുന്നു. പക്ഷേ ഇത് വിശദമായി നോക്കിയിട്ടുണ്ട്. DAയും DRും എന്ന് കൊടുക്കും എന്നുള്ളത്, ഇപ്പോൾ ജനുവരിയിൽ കൊടുക്കേണ്ടിരുന്ന 2% DA ഈ വർഷത്തെ DAയും DRും എന്ന് കൊടുക്കും എന്നുള്ളത് പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബാക്കി പഴയ DAയും DRും കൊടുക്കുന്നതിനെ സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി വന്നില്ല എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും ഉപധനാഭ്യർത്ഥന ചർച്ചകളും ബഡ്ജറ്റ് ചർച്ചയും അടുത്ത ദിവസങ്ങളിൽ നടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമായി ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയിൽ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധമായ ഉത്തരവ് ഇറങ്ങുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബഡ്ജറ്റിൽ പറയുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും അറിഞ്ഞിടത്തോളവും DRും DAയുടെയും ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് വരുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വലിയ പങ്കുണ്ട്. പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നത് പോസ്റ്റൽ വോട്ട് എണ്ണിയപ്പോഴും UDF ആയിരുന്നു മുന്നിൽ. മാത്രമല്ല 102 സീറ്റ് പിടിച്ചത് തീർച്ചയായിട്ടും അത് UDFൻ്റെ ഒരു മികവ് കൊണ്ട് മാത്രമല്ല. അങ്ങനെ ഒരു മികവാണെങ്കിൽ 70-80 സീറ്റിനകത്തേക്ക് നിൽക്കുകയുള്ളൂ. 80-85 സീറ്റിനപ്പുറം ഒന്നും ഒരു കാരണവശാലും പോവുകയില്ല. പക്ഷേ 102 സീറ്റ് പിടിച്ചെങ്കിൽ അത് 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും 7-8 ലക്ഷം വരുന്ന സർക്കാരിൻ്റെ പെൻഷൻ പറ്റിയവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ തന്നെയാണത്. അവരുടെ സംഭാവന വലുതായിട്ടുണ്ട്. അവരുടെ വോട്ട് വലിയ തോതിലാണ് ഇപ്രാവശ്യം UDFനും V.D. സതീശൻ്റെ മുഖ്യമന്ത്രി പദവിക്കുമൊക്കെ അനുസരിച്ച് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് DAയും DRും കൃത്യമായി പരിഗണിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുക്കേണ്ട ഒരു DA എങ്കിലും ഇപ്പോൾ കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് ധാരണകളാവണം. അതുപോലെ തന്നെ മെഡിസപ്പിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. പങ്കാളിത്ത പെൻഷൻ മിനിമം പങ്കാളിത്ത പെൻഷനിലേക്ക് പോയാൽ മതി. അതായത് 10% എന്നുള്ളത് 14% കോൺട്രിബ്യൂഷൻ സർക്കാരിൻ്റെ വന്നാൽ തൃപ്തിപ്പെടാം എന്നാണ് പിന്നെ പങ്കാളിത്ത പെൻഷനിലുള്ളവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതെന്തായാലും എത്രയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവും. അതുപോലെ ലീവ് സറണ്ടർ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവ് ധനകാര്യ വകുപ്പിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അതും പുതുക്കിയ ഉത്തരവ് ഇറങ്ങേണ്ട സമയമായി. പിന്നെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകളും മാറേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആശങ്കകൾ കൂനിന്മേൽ കുരു പോലെ ഇന്നലെ ബഡ്ജറ്റിൽ DA പറയാതിരുന്നപ്പോൾ ഇനി കഴിഞ്ഞ ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഈ ഗവൺമെൻറ്റും കാര്യങ്ങൾ ഡിലേ ചെയ്ത് കൊണ്ടുപോകുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഉദ്യോഗസ്ഥരുടെ ഇടയിലും പെൻഷനുകളുടെ ഇടയിലും ഉണ്ടായി വന്നിട്ടുണ്ട്. അത് നിവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അത് അങ്ങനെയല്ല, കാര്യങ്ങൾ ഞങ്ങൾ ഈ ഗവൺമെൻറ്റും കഴിഞ്ഞ ഗവൺമെൻറ്റുമായി വ്യത്യാസമുണ്ട് എന്ന് പറയണമെങ്കിൽ, എന്ന് വരുത്തി തീർക്കണമെങ്കിൽ കൃത്യമായി ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന നടപടികൾ ഉണ്ടാവണം. ആ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഉത്തരവ് ഗവൺമെൻറ്റിൻ്റെ DA സംബന്ധമായ DR സംബന്ധമായ ഗൗരവതരമായ ഉത്തരവ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.